പ്രിയമുള്ളവരെ, വചനജ്വാല 1080 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 77ാം വാർഷികം ആഘോഷിക്കുന്ന സന്തോഷത്തോടൊപ്പം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ആഘോഷിക്കുന്നു. ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് 1 മക്കബായരുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദെമേത്രിയോസും ജോനാഥനും. 160-ാം ആണ്ടിൽ അന്തിയോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമയീസ് കൈവശപ്പെടുത്തി. അവർ അവനെ സ്വാഗതമരുളി. അവൻ ഭരണവും തുടങ്ങി. ദെമേത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു. ദെമേത്രിയൂസ് ജോനാഥനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു. അവൻ ഇങ്ങനെ വിചാരിച്ചു: ജോനാഥൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ ആദ്യം അവനുമായി സഖ്യം ചെയ്യാം. അവനോടും അവന്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും. സൈന്യശേഖരം നടത്താനും അവരെ ആയുധ സജ്ജരാക്കാനും തന്റെ സഖ്യകക്ഷിയാകാനും ദെമേത്രിയൂസ് ജോനാഥനെ അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കുവാൻ ദെമേത്രിയൂസ് ആജ്ഞാപിച്ചു. ജോനാഥൻ ജെറൂസലേമിലെത്തി. സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദെമേത്രിയൂസിന്റെ കത്ത് വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവൻ അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും കോട്ടയിൽ ഉണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥനെ വിട്ടുകൊടുത്തു. അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ജോനാഥൻ ജെറൂസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു. മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ അവർ ചെയ്തു. ബെക്കിദേസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോരുത്തരും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. ബത്സൂറിൽ മാത്രം കുറെ പേർ തങ്ങി. നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ. അവിടം അവർക്ക് അഭയ സങ്കേതമായി തീർന്നു. ജോനാഥൻ പ്രധാന പുരോഹിതൻ. ദെമേത്രിയൂസ് ജോനാഥന് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവർ ജനങ്ങളിൽ നിന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു: ഇവനെപ്പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? നമുക്ക് അവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം. അവൻ ജോനാഥന് ഇപ്രകാരം ഒരു കത്തെഴുതി: സഹോദരൻ ജോനാഥനെ, അലക്സാണ്ടർ രാജാവിൽ നിന്നും അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്നു നിന്നെ ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു. നീ രാജാവിന്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എന്റെ പക്ഷത്തും നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം. രാജാവ് അവന് ഒരു ചുവന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും അയച്ചു കൊടുത്തു.
160 ആണ്ട് 7 മാസം കൂടാരത്തിരുനാളിൽ ജോനാഥൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൻ സൈന്യശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. കന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. മറിയം സമാധാനത്തിൽ മരിച്ചുവെന്നും 3-ാം ദിവസം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മരണസമയത്ത് തോമാശ്ലീഹായ ഒഴികെയുള്ള എല്ലാ ശിഷ്യന്മാരും ദൈവമാതാവിന്റെ മുറിയിലുണ്ടായിരുന്നുവെന്നും തോമാശ്ലീഹ എത്തിയ ശേഷം കുഴിമാടം തിരക്കിയപ്പോൾ അത് ഒഴിഞ്ഞുകിടന്നിരുന്നുവെന്നും പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ചു വരുന്നുണ്ട്. സ്വർഗരാജ്ഞി ആഹ്ലാദിക്കുക, തിരുസുതനെ പോലെ യഥാർത്ഥ ശരീരത്തോടെ അങ്ങ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണല്ലോ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങൾക്കും പ്രത്യേക വരം തരണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രത്യേകമായി മധ്യസ്ഥം യാചിക്കാം. അമ്മ നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി അമ്മ മാതാവിനോട് മധ്യസ്ഥം യാചിക്കാം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനത്തിന്റെ 77-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന്റെയും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും സുന്ദരമായ ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു.